നാട്ടിൽ നടക്കുന്ന ഒരു വിവാഹത്തിന് പോലുമുണ്ടാകും കല്യാണത്തിൻ്റെ പുതുമോടി പോലും വരെയുള്ള ചില ആഘോഷങ്ങൾ പലരും തൊഴിലിടങ്ങളിൽ നിന്നും കിട്ടാവുന്നത്ര ലീവ് എടുത്ത് പങ്കാളിയോടും കുടുംബത്തോടും ഒപ്പം ചെലവിടാൻ ശ്രമിക്കും. വിദേശത്ത് ജോലിയുള്ളവർ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാകും അവർ നാട്ടിൽ വരിക. നടി കീർത്തി അതുപോലെയുള്ള സുരേഷ് എന്ന തെന്നിന്ത്യയിലെ തിരക്കേറിയ നായികന്മാരിൽ ഒരാളായിരുന്നു നടി സുരേഷ്. വിവാഹം നടന്നിട്ട് കഷ്ടിച്ച് 5 ദിവസങ്ങൾ പോലും തികഞ്ഞില്ല ആന്റണി തട്ടിലുമായി നീണ്ട 15 വർഷത്തിന് പ്രണയത്തിനൊടുവിലാണ് അവർ വിവാഹത്തിലേക്ക് എത്തിയത്. 2 കുടുംബങ്ങളും ചേർന്ന് 2 മതാചാരങ്ങളിലാണ് വിവാഹം നടത്തിയത്. ഒരാൾ ക്രിസ്ത്യനും ഒരാൾ ഹിന്ദുവുമാണ്. അത്ര കണ്ട് തിരക്കേറിയ ദിവസങ്ങളിലൂടെയാണ് കീർത്തി സുരേഷ് കടന്നു പോയത്. ദമ്പതികൾ മലയാളികൾ എങ്കിലും ഗോവയിൽ വെച്ചാണ് ആചാരപൂർവ്വം സ്റ്റേഷനേഷൻ വെഡ്ഡിംഗ് സ്റ്റൈലിലും ചേർന്ന് 2 ചടങ്ങുകളിലും ഒരേ ദിവസം അരങ്ങേറിയത്. തമിഴ് ബ്രാഹ്മണ ചടങ്ങുകളാൽ സമ്പന്നമായിരുന്നു കീർത്തിയുടെ ഹിന്ദു വെഡ്ഡിംഗ്. ശേഷം ക്രിസ്ത്യൻ മതാചാരപ്രകാരം വൈകുന്നേരമാണ് ബീച്ച് വെഡ്ഡിംഗ് അരങ്ങേറിയത്. കീർത്തിയുടെ യൗവനത്തിൻ്റെ കാലഘട്ടം മുതൽ അവർ സിനിമയിൽ സജീവമായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ സുരേഷ് കുമാർ നിർമ്മിച്ച ചില ചിത്രങ്ങൾ കീർത്തി സുരേഷ് ബാലതാരമായും അഭിനയിച്ചു. അമ്മ മേനക സുരേഷ് 80കളിലെ മലയാള സിനിമകളിൽ തിരക്കേറിയ നായികയായിരുന്നു. മേനക വിവാഹത്തോടെ സിനിമയിൽ നിന്നും മാറി താമസിച്ചു. ബൈ പറഞ്ഞു. മക്കൾ മുതിർന്ന ശേഷം മാത്രം തിരികെ വരുന്നുവെങ്കിൽ കീർത്തി അങ്ങനെയല്ല. പ്രൊഫഷനെ കീർത്തി വേണ്ടത്ര പ്രാധാന്യത്തോടെ കാണുന്ന മട്ടിലായിരുന്നു. കീർത്തി സുരേഷിൻ്റെ ആദ്യ ബോളിവുഡ് ചിത്രം അറ്റ്ലിയുടെ തമിഴ് ചിത്രം നിയതിയുടെ റീമേക്ക് ആണ് ബേബി ജോൺ. ചിത്രം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലെത്തുന്നു. കേരളത്തിൽ ഉൾപ്പെടെ ഷൂട്ട് ചെയ്ത ചിത്രമാണിത്. മലയാളി പ്രേക്ഷകർ കൂടി പരിചിതമായ നടി വമിഖ ഗബ്ബിയാണ് ഈ സിനിമയിൽ മറ്റൊരു ശ്രദ്ധേയ വനിതാ താരം. സിനിമയിൽ കീർത്തി സുരേഷ് അത്യന്തം ഗ്ലാമറായി ചെയ്ത നൃത്തം വൈറലായി മാറിയിരിക്കുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞു എന്നു കരുതി ഹണിമൂൺ ആഘോഷങ്ങൾക്കോ മറ്റ് പരിപാടികൾക്കോ മാത്രമായി സമയം ചെലവിടാൻ കീർത്തി ഇല്ല. മറിച്ച് സിനിമയിൽ തന്നെ സജീവമാണ് കീർത്തിക്ക് താൽപര്യം. ബേബി ജോൺ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ കീർത്തി പങ്കെടുക്കും. ഡിസംബർ 12-നായിരുന്നു കീർത്തി സുരേഷിൻ്റെ വിവാഹമെങ്കിൽ ദുബായിലെ ബുദ്വ ബൈ മാർക്കറ്റിൽ നടക്കുന്ന ബേബി ജോൺ പ്രൊമോഷൻ പരിപാടിയിൽ ഡിസംബർ 21-ന് കീർത്തി നേരിട്ടെത്തും. ഇതിൻ്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. കീർത്തി സുരേഷിൻ്റെ വിവാഹവാർത്ത ഊഹാപോഹങ്ങളുടെ രൂപത്തിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേർന്നിരുന്നു. ഇതിനെല്ലാം പ്രമുഖ താരങ്ങളുടെ പേരുകൾ പോലും വലിച്ചിട്ടു. ചില സമയം കീർത്തിയുടെ പിതാവ് സുരേഷ് കുമാർ തന്നെയാണ് ഈ വാർത്ത മാധ്യമങ്ങളിൽ വിശദീകരണം നൽകിയതും. എന്നാൽ ആന്റണി തട്ടിലുമായിരിക്കും വരൻ എന്ന നിലയിൽ വാർത്ത തന്നെ വന്നതും കുടുംബം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ബിസിനസ്സുകാരനാണ് ആന്റണി തട്ടിൽ.